എല്ലാവർക്കും PayZB അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കാത്തിരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മുന്നിൽ അധികം സമയമൊന്നുമില്ല. ഉടനടി തന്നെ എന്ത് ചെയ്യാ, നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഡെയിലി ടൈം ടേബിൾ ബേസ് അനുസരിച്ച് 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു തന്ന് അതിന്റെ എല്ലാ ദിവസവും, അതായത് 120 ദിവസവും നിങ്ങൾക്ക് 120 ദിവസത്തിന്റെ ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലൈവ് സെഷൻസ് എല്ലാ ദിവസവും ഉണ്ട്. ഓരോ ഡിഫറെന്റ് സബ്ജക്ട് അനുസരിച്ച് SCRTക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകള്, മെഗാ എക്സാമുകള്, വീക്ക്ലി, മന്ത്ലി ഇഷ്ടം പോലെ എക്സാമുകൾ എഴുതി പരീക്ഷ പേടി എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങളെ ജോലിയിൽ എത്തിക്കുന്നത് വരെ ഞങ്ങളുടെ മെന്ററും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പൊ ഈ കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഇന്ന് മുതൽ ഡേ 1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അപ്പൊ ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് വിളിച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഞാൻ പറയാനായിട്ട് പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെ ഏത് ജില്ലയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പ്രൊഫൈൽ ഇപ്പൊ അവൈലബിൾ ആണ്. ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അറിയാലോ, എന്താണ് 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ജില്ലാതല അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അല്ലെ. ഓരോ ജില്ലയിലേക്കും വേക്കൻസി ഉണ്ട്. ഇനി സാലറി വരുന്നത് 23,700 മുതൽ 52,600 വരെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് ജോലി കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്ന് എന്ത് ചെയ്യാം, ആദ്യമേ തന്നെ നോക്കാം. അപ്പൊ നമുക്ക് ഈ 14 ജില്ലയിലേക്കും പോയിരിക്കുന്ന നിയമനങ്ങളും ടോട്ടൽ അഡ്വൈസ് ഇതുവരെ, അതായത് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് December 16th അപ്പൊ അതുവരെയുള്ള കാര്യങ്ങളായിരിക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഏകദേശം 164 അഡ്വൈസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പോയിട്ടുള്ളത്. ഓക്കെ, അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2027 ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ്. ഇനി കൊല്ലം ജില്ല പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 99 അഡ്വൈസ് ആണ് നിലവില് പോയിട്ടുള്ളത്. അപ്പൊ അതിന്റെ എന്താണ് 2027 ജനുവരി ആകുമ്പോഴത്തേക്കും ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയും കൊല്ലം ജില്ലയിൽ എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ വരുന്നതാണ് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിൽ 66 വേക്കൻസി ആണ് ഇതുവരെ പോയിട്ടുള്ളത്. 2026 നവംബർ മാസമാകുമ്പോൾ അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഇനി ആലപ്പുഴ ജില്ല നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 85 കേട്ടോ, 85 വേക്കൻസീസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് പോകുന്നത്. ഇതും 2026 നവംബർ മാസമാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആലപ്പുഴ ജില്ലയുടെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പരിശോധിച്ചാൽ അടുത്തത് കോട്ടയം ജില്ല പരിശോധിച്ചാൽ ഏകദേശം 110 അഡ്വൈസ് ആണ് ഇതുവരെ പോകുന്നത്. 2027 ജനുവരി മാസം ആകുമ്പോഴത്തേക്കും ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ് കേട്ടോ. ഇനി ഇടുക്കി ജില്ല പരിശോധിച്ചു കഴിഞ്ഞാല് ഏകദേശം 55 അഡ്വൈസ് ആണ് നിലവിൽ പോയിരിക്കുന്നത്. 2027 ജനുവരി ആകുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ത് ചെയ്യാണ്, അതിന്റെയും അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ ഇതുവരെയായിട്ടും 174 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അപ്പോ 2026 ആകുമ്പോഴത്തേക്കും, അതായത് ഡിസംബർ 2026 ആകുമ്പം എറണാകുളം ജില്ലയുടെ വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട്, അതായത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവിടെ അത് അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാല് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ 198 ടോട്ടൽ അഡ്വൈസ് ആണ് നിലവിൽ പോയിരിക്കുന്നത്. 2026 ആകുമ്പോൾ അതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് ലിസ്റ്റ് കാലാവധി അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി പാലക്കാട് ജില്ല നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും 161 ടോട്ടൽ അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. 2027 ആകുമ്പോൾ റാങ്ക് ലിസ്റ്റ് ജനുവരി ആകുമ്പോഴത്തേക്ക് അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ്. ഇനി നോക്കിയാല് മലപ്പുറം ജില്ല കേട്ടോ. മലപ്പുറം ജില്ല നോക്കിക്കഴിഞ്ഞാൽ 159 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്.
2027 മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ഇനി നോക്കിയാല് കോഴിക്കോട് നോക്കിക്കഴിഞ്ഞാല് 98 അഡ്വൈസ് ആണ് നിലവിൽ പോയിട്ടുള്ളത്. അപ്പം ഏകദേശം എന്താണ് 2027 വരുമ്പോഴത്തേക്കും കേട്ടോ, കോഴിക്കോട് ജില്ലയിൽ 2026 തന്നെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ 2026 അവസാനമാണ്. ഇനി അതുപോലെ വയനാട് ജില്ല പരിശോധിച്ചു കഴിഞ്ഞാല് വെറും 25 ടോട്ടൽ വേക്കൻസിയാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളൂ. അപ്പൊ അതിന്റെയും 2026 വേക്കൻസി എന്താണ്, റാങ്ക് ലിസ്റ്റ് കാലാവധി അവിടെ കംപ്ലീറ്റ് ആയിട്ടും അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കണ്ണൂർ ജില്ല പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് 155 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. 2027 ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവിടെ അത് അവസാനിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കാസർഗോഡ് ജില്ലയാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 63 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. 2026 ആകുമ്പോഴത്തേക്കും ആ റാങ്ക് ലിസ്റ്റിന്റെയും എന്താണ് കാലാവധി അവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ നമ്മൾ 14 ജില്ലയിലും നിലവിൽ പോയിട്ടുള്ള റാങ്ക് ലിസ്റ്റിന്റെ ടോട്ടൽ അഡ്വൈസുകളാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3 വർഷമാണ് നമുക്ക് എക്സാം കഴിഞ്ഞ് എന്ത് വരുന്നത്, എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാലല്ല ടോട്ടൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്, അതായത് നിങ്ങൾ ഇതിൽ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് എവിടെയാണ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ പോയിട്ടുണ്ട്, അതുപോലെ മലപ്പുറം 159 പോയിട്ടുണ്ട്, തിരുവനന്തപുരം ജില്ലയില് 164 പോയിട്ടുണ്ട്, കണ്ണൂർ ജില്ലയില് 155 വേക്കൻസി പോയിട്ടുണ്ട്. ഇതിനകത്ത് ഓപ്പൺ ഷിഫ്റ്റും അതുപോലെ EWSM അതുപോലെ മുസ്ലിം സപ്ലിമെന്ററി ഇതിലൊക്കെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ട് അഡ്വൈസ് കിട്ടിപ്പോയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കുറവ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെയാണ് വയനാട് ജില്ലയിൽ വെറും 25 അഡ്വൈസ് ആണ് പോയിട്ടുള്ളൂ. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ 66, കാസർഗോഡ് ജില്ലയിൽ 63, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് 55, ഇടുക്കി ജില്ലയിൽ 55 ആണ് പോകുന്നത് അല്ലെ. അതുപോലെ കോഴിക്കോട് 98 അടിക്കുന്നുണ്ട്, കൊല്ലം 99 അടിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് ജില്ലക്കാരാണ്, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പറയാണ് കേട്ടോ. ഈ പറയുന്ന കാര്യം നിങ്ങൾ ഏത് ജില്ലയിലാണ് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു കൊല്ലമാണ് അല്ലെങ്കിൽ ഞാനൊരു ഇടുക്കിയാണെങ്കിൽ, എടാ നമ്മളുടെ ജീവിതത്തില് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ പുച്ഛം അല്ലെങ്കിൽ കളിയാക്കല് ഒരുപാട് നാളായി PSC എക്സാമിന് പഠിക്കുന്നു, ഇതുവരെയായിട്ട് നിനക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടില്ലേ, 3 വർഷം 4 വർഷം 5 വർഷം ഒക്കെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ പുച്ഛവും കളിയാക്കലൊക്കെ കേട്ടിട്ട് നമ്മുടെ സ്വന്തം ജില്ലയിൽ നമുക്ക് ജോലി കിട്ടാതെ മറ്റൊരു ജില്ലയിൽ പോയി കിട്ടിയിട്ട് എന്താണ് കാര്യമുള്ളത്? നിലവിൽ ഒരു വേക്കൻസി ഉള്ളൂ. ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിക്കും എൻ്റെ ജില്ലയിൽ തന്നെ. എന്നെ കളിയാക്കിയ ആളുകളുടെ മുന്നിൽ എന്താണ്, എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ജോലി വാങ്ങിച്ച് ഞാൻ എൻ്റെ ജില്ലയിൽ തന്നെ ഞാൻ ജോലി വാങ്ങിച്ച് ആളുകളുടെ മുന്നിലൂടെ, എന്നെ കളിയാക്കിയിരിക്കുന്ന ആളുകളുടെ മുന്നിലൂടെ ഞാൻ നടന്ന് കാണിക്കുമെന്നുള്ള പ്രതിജ്ഞ നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പം വേക്കൻസി ഇതെല്ലാം നോക്കി നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാനിപ്പോ ഇവിടെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ഏതാണ് കുറവുള്ളത് എവിടെയാണ് കൂടുതലുള്ളത് എവിടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോ ഒരു കൊല്ലം ജില്ലയിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും, എന്താണ് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾ ഈ കൊല്ലം ജില്ലയിൽ എന്താണ് ഇന്ന് പഠിച്ചിട്ട് നമ്മൾ ഇടുക്കി ജില്ലയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ വില്ലേജിൽ നമ്മൾ കളിയാക്കിയ ആളുകളൊന്നും ഇവിടുന്ന് എന്തായാലും അങ്ങോട്ട് വരില്ലല്ലോ. അപ്പൊ നമ്മളുടെ ജോലി കിട്ടിയിട്ട് നമ്മളുടെ മുന്നിൽ ഈ ആളുകൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അല്ലേ. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഡ്രീം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യടാ. സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്ത് അവിടെ തന്നെ ജോലി വാങ്ങിച്ച് ആ വാശിയോട് കൂടിയിട്ട് പഠിച്ച് സ്വന്തം മുന്നിൽ കളിയാക്കിയ ആളുകളുടെ മുന്നിലാവട്ടെ, ആരുമായിക്കോട്ടെ, നമ്മൾ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നവരാവട്ടെ, നിന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് നാട്ടുകാർ പറയുന്നിട്ടുണ്ടാകും. നിങ്ങളെ തളർത്താൻ നോക്കും മാനസികമായിട്ട്. അവിടെ നിങ്ങൾ വീഴുന്നില്ല എന്നാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കാണിച്ച് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. അല്ലാതെ എന്നെ കൊണ്ട് കഴിയില്ല, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണെന്നുള്ള തല കുടിച്ച് പോരുമല്ല ചെയ്യേണ്ടത്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. സ്വപ്നം കാണുന്നിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. സോ സ്വന്തം ജില്ല വിട്ടൊരു കളിയും എന്ത് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ എൻ്റെ ജില്ലയിൽ, എൻ്റെ സ്വന്തം ജില്ലയിൽ എനിക്ക് ജോലി കിട്ടണം,
അല്ലെ? ഞാൻ എന്നെ കളിയാക്കിയവരാവട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്റെ സ്വന്തം ജില്ലയിൽ എനിക്ക് പഠിച്ച് ജോലി കിട്ടണം, ഞാൻ അവിടെ തന്നെ അപേക്ഷിക്കൂ, എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല, ഒരു വേക്കൻസി ഉള്ളൂ, അതെനിക്കുള്ളതാണ്, ആ ഒരു ചെയർ എനിക്കുള്ളതാണെന്ന് മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച് കളിയാക്കിയവരും കൂടെ നിന്ന് ചതിച്ചവരും ഉണ്ടാവും അല്ലെ? നമ്മുടെ കഴുത്തിലൂടെ കൈയിട്ട് നടന്ന് നമ്മളെ പൊന്നേ തേനി എന്നൊക്കെ വിളിച്ച് നമ്മുടെ ചങ്കായിട്ട് നടന്നവർ ഒരുപാട് പേര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാകും അല്ലെ? അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എന്താണ് അവര് പോയതെങ്കിൽ അത് അവരുടെ വേ ഓഫ് ക്യാരക്ടർ ആണ്, അല്ലാതെ നമ്മളവിടെ നെഗറ്റീവ് ആയിട്ട് കാണണ്ട, നമ്മളുടെ പോസിറ്റീവ് മൈൻഡ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിൽ നിന്ന് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെറ്റ് ദം ഗോ, അവർ പോട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകും. നിങ്ങൾ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുക, അതുപോലെ പഠിച്ച് ജോലി വാങ്ങിക്കുക. ഈ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാൻ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. AZB അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.